നമസ്കാരം. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ദിണ്ടിക്കലിലേക്കുള്ള യാത്രയിലാണ്. ആ ഒരു യാത്രയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ യാത്ര ആരംഭിച്ചു. 85 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത് കൊടൈക്കനാലിൽ നിന്ന് ദിണ്ടിക്കലിലേക്ക്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. നമ്മൾ ഈ കാണുന്നത് കൊടൈക്കനാൽ ലേക്കാണ്. കൊടൈക്കനാലിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള കൊടൈക്കനാൽ ലേക്ക്, പൈൻ ഫോറസ്റ്റ്, അതുപോലെ ഗുണ കേവ്, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നമുക്ക് ബസ് സ്റ്റേഷന് അടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് ഇവയെല്ലാം. നമ്മൾ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് സിൽവർ ഫാൾസ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് സിൽവർ ഫാൾസ്. ഇവിടെ നിന്നും വത്തലക്കുണ്ടിലേക്ക് 60 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മധുരയ്ക്ക് 115 കിലോമീറ്ററാണ്. ദിണ്ടിക്കലിലേക്ക് 85 കിലോമീറ്ററാണ്. അടുത്തായിട്ട് ബസ് നിൽക്കുന്നത് മൂഞ്ചിക്കൽ എന്ന സ്ഥലത്താണ്. മൂഞ്ചിക്കൽ എന്നത് കൊടൈക്കനാലിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ടൗണാണ്. അവിടെ തന്നെ നമുക്കൊരു ക്ഷേത്രവും കാണാം. ഏകദേശം നമ്മൾ 6700 അടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ സിയോൺ സ്കൂൾ ബസ് സ്റ്റോപ്പിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ലോക്കൽ ബസ്സുകളുടെ സ്റ്റോപ്പുകളാണ്. മൂഞ്ചിക്കലിന് ശേഷം നമുക്ക് നിറയെ പഴക്കടകൾ കാണാം. കൊടൈക്കനാലിൽ ലഭിക്കുന്ന പഴങ്ങളും അതുപോലെ ചോക്ലേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അതുപോലെ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കടകൾ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ മഴയും തണുപ്പും എല്ലാം കൂടിയായിട്ട് നമ്മുടെ യാത്ര മനോഹരമായിരുന്നു. ചില സ്ഥലങ്ങളിൽ നമുക്ക് ബ്ലോക്കെല്ലാം അനുഭവപ്പെട്ടിരുന്നു. നമ്മൾ പോണ വഴിയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണിത്. അടുത്തായിട്ട് നമ്മൾ നിൽക്കുന്നത് പഴനിപ്പിരിവ് എന്ന ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയാൽ നമുക്ക് പഴനി എത്തിച്ചേരാം. 53 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ചുരം ഇറങ്ങുമ്പോൾ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാമം പോലുള്ള സ്ഥലം കാണാം നമുക്ക്. അപ്പോൾ ഇവിടെയുള്ളൊരു ബസ് സ്റ്റോപ്പാണിത്. മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു യാത്രയിൽ. നമുക്ക് മഴ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ വണ്ടികളൊന്നും നമുക്ക് റോഡിൽ കാണാനില്ലായിരുന്നു. പൊതുവേ മലയോര മേഖലയിലെല്ലാം വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് ഉണ്ടാവുക. ചില സമയങ്ങളിൽ മഞ്ഞെല്ലാം വന്ന് മൂടുമ്പോഴും ഇവർ ഈസി ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് ബസ് നിൽക്കുന്നത് കൊടൈക്കനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അപ്പം മലയിറങ്ങുമ്പോൾ നമുക്ക് 5ഓളം പ്രധാന സ്റ്റോപ്പുകളാണ് ഉള്ളത്. അടുത്തതായി ബസ് നിൽക്കുന്നത് വടകരൈപ്പാറ എന്ന സ്ഥലത്താണ്. കൊടൈക്കനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ തടിയൻകുടിശ്ശി എന്ന ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ജീപ്പ് സർവീസാണ് നടത്തുന്നത്. അപ്പോൾ ഓരോ സമയങ്ങളിൽ ഗ്രാമങ്ങളിലേക്ക്, ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ജീപ്പ് സർവീസ് ലഭ്യമാണ്.
കൊടൈക്കനാലിൽ നിന്ന് 28 കിലോമീറ്ററോളം നമ്മൾ ഇപ്പം സഞ്ചരിച്ച് കഴിഞ്ഞു. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് വാളങ്കരി എന്ന ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ ഇവിടെ നിന്നും ചെന്നൈയിലേക്ക് 500 കിലോമീറ്ററും ദിണ്ടിക്കലിലേക്ക് 65 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് കുമ്പക്കര എന്ന സ്ഥലത്തേക്ക് 2 കിലോമീറ്ററാണ്. കുമ്പക്കര റിവറിലേക്ക് 30 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ചുരമെല്ലാം ഇറങ്ങി താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും വത്തലക്കുണ്ടിലേക്ക് 14 കിലോമീറ്ററും പെരിയകുളം 24 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ദിണ്ടിക്കലിൽ നിന്ന് തേനിക്കുള്ള ബൈപ്പാസിലാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് കൊടൈക്കനാലിലുള്ള മലനിരകളാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നും കൊടൈക്കനാലിലുള്ള മലയുടെ. അപ്പോൾ ഇവിടെ നിന്നും വത്തലക്കുണ്ടിലേക്ക് 14 കിലോമീറ്റർ ആണുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ഗംഗുവാർപ്പെട്ടി എന്ന ബസ് സ്റ്റോപ്പാണ്. ഗംഗുവാർപ്പെട്ടിയിൽ നിന്നും നമ്മൾ വത്തലക്കുണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കൊടൈക്കനാലിൽ നിന്ന് ദിണ്ടിക്കലിലേക്ക് പോണ വഴിയിലൊരു വലിയ ടൗണാണ് വത്തലക്കുണ്ട്. നമ്മൾ വത്തലക്കുണ്ട് ബസ് സ്റ്റാൻഡിലെത്തി. നമുക്കിവിടെ മധുരം, കമ്പം, തേനി, ദിണ്ടിക്കൽ, പഴനി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ലഭിക്കും. അത്യാവശ്യം ഒരു വലിയ ടൗണാണ് വത്തലക്കുണ്ട് എന്ന് പറയുന്നത്. വത്തലക്കുണ്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ യാത്ര ആരംഭിച്ചു. നമ്മൾ വത്തലക്കുണ്ടിൽ നിന്ന് ടൗണിൽ നിന്ന് ബൈപ്പാസിലേക്ക് കയറിയതാണ്. ഈ ഒരു യാത്രയിൽ ശബരിമല സീസൺ ആയതിനാൽ കുറേ ആളുകൾ നടന്നെല്ലാം ശബരിമലയ്ക്ക് പോകുന്നത് കാണാം. കമ്പം, തേനി വഴിയായിരിക്കും അവരുടെ യാത്ര. അപ്പോൾ ഇവിടെ നിന്നും ദിണ്ടിക്കലിലേക്ക് 33 കിലോമീറ്ററാണ്. സേലം 190 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്നും ടോൾ ഗേറ്റിലേക്ക് 1 കിലോമീറ്ററാണുള്ളത്. അപ്പം നമ്മൾ ബൈപ്പാസിലൂടെയാണ് പോകുന്നത്. വളരെ നല്ല റോഡുകളാണ് ഇവിടുത്തെ ബൈപ്പാസിലെല്ലാം. ഇപ്പം നമ്മൾ പാസ് ചെയ്യുന്നത് ടോൾ ഗേറ്റാണ്. ദിണ്ടിക്കലിൽ എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു ടോൾ ഗേറ്റ് വരുന്നത്. ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് 375 കിലോമീറ്ററും ചെന്നൈയിലേക്ക് 425 കിലോമീറ്ററുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് പോയാൽ നമുക്ക് മധുരയിൽ എത്തിച്ചേരാം. അങ്ങനെ നമ്മൾ ബൈപ്പാസിൽ നിന്ന് കട്ട് ചെയ്ത് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദിണ്ടിഗൽ ടൗണിലെത്തി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Pebbles Malayalam.